നമസ്കാരം. ഈ നാട് ഇന്നത്തെ നിൽക്കുന്നത് പുതിയങ്ങാടി ചൂട്ടാട്ട് ബീച്ചിലേക്കാണ്. കടലും കായലും അതിർവരമ്പിടുന്ന ഒരു ബീച്ചാണ് ചൂട്ടാട്ട് ബീച്ച്. ഏഴിമല അതിരിടുന്ന ഒരു കടലിന്റെ ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ കടലും കായലും ഒരു അതിരിടുന്ന ഒരു ബീച്ച് എന്നൊരു അപൂർവതയും ചൂട്ടാട്ട് ബീച്ചിനുണ്ട്. ചൂട്ടാട്ട് ബീച്ചിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഈ നാടിന്റെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. പയ്യന്നൂർ ടൗണിൽ നിന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ചൂട്ടാട്ട് ബീച്ചിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരമേ ചൂട്ടാട്ട് ബീച്ചിലേക്കുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 30 രൂപയാണ് മുതിർന്നവർക്ക് പ്രവേശന ഫീസായി നൽകേണ്ടത്. ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസായി 10 രൂപ നൽകേണ്ടതുണ്ട്. ക്യാമറയോ മറ്റോ ഉപയോഗിക്കണമെങ്കിൽ 100 രൂപ അഡീഷണലായി നൽകേണ്ടതുണ്ട്. അതിനുശേഷം അകത്ത് കയറിയാൽ നീളത്തിലും നെടുങ്ങലെയും ഒക്കെയായി നടപ്പാതകൾ കാണാം. ഈ പാതകൾക്ക് കത്തുന്ന വെയിലിലും തണലും തണുപ്പും ഒക്കെ നൽകുന്നത് കാറ്റാടി മരങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. ഇത് ഈ ബീച്ചിന് വലിയ അനുഗ്രഹവും ഭംഗിയും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 286 അടി ഉയരത്തിൽ 7 മലനിരകളാണ് കടലിനൊരു പശ്ചാത്തല ദൃശ്യം ഒരുക്കുന്നത്. ഇത് ഇവിടെ എത്തുന്നവരുടെ മനം കവരുന്ന കാഴ്ചയായി മാറുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കുവാൻ പാർക്കുകൾ, മുതിർന്നവർക്ക് സംസാരിച്ചിരിക്കുവാനും മറ്റുമായി ഒട്ടേറെ ഇടങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ഈ കടലോരം. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു തവണ ഇവിടെ വന്നെത്തുന്നവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു ചേരണം എന്ന് തോന്നുന്ന ഒരു മാജിക് ഈ ചൂട്ടാട്ട് ബീച്ചിനുണ്ട്. മീറ്ററുകളോളം നീളത്തിൽ നിൽക്കുന്ന ഈ കാറ്റാടി മരങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച തരുന്നതിനോടൊപ്പം ഇവിടെ എത്തുന്നവർക്ക് തണലത്ത് ഇത്തിരി നേരം ഇരുന്ന് സംസാരിക്കുവാനും ഊഞ്ഞാലാടുവാനും കുട്ടികൾക്ക് ഓടിക്കളിക്കുവാനും ഒക്കെയുള്ള ഒരു ഏറ്റവും ഭംഗിയുള്ള ഇടമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴിമലയുടെ ഒരു താഴ്വാരമാണിത്. അവിടെ നിന്നുള്ള ഒരു മനോഹര ദൃശ്യവും ഇവിടെ നിന്നാൽ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഒരു കേരള തനിമയുടെ എല്ലാ സൗന്ദര്യവും ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ എന്ന പോലെ വരച്ചു വച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റാടി മരങ്ങൾക്കൊക്കെ മുകളിൽ ഒട്ടേറെ പക്ഷികളാണ് കൂടുവച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് കിളികളുടെ ആ നാദവും അതുപോലെ കടലിന്റെ ഇരമ്പലും ഒക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെ പകരും. കുട്ടികൾക്ക് കളിക്കുവാനായി ഒട്ടേറെ പാർക്കുകൾ, അതുപോലെ തന്നെ ലഘുഭക്ഷണശാലകൾ, അങ്ങനെ നമ്മളെ മടുപ്പിക്കാത്ത ഒട്ടേറെ കാര്യങ്ങളാണ് ചൂട്ടാട്ട് ബീച്ചിൽ ഒരുക്കിയിട്ടുള്ളത്.
ആർക്കെങ്കിലും മടുക്കാറുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. കാരണം കണ്ടാലും മടുക്കാത്ത, എപ്പോഴും കാണുമ്പോൾ നമുക്ക് പുതിയത് എന്ന് തോന്നുന്ന ഒരനുഭവമായിരിക്കും കടല് നമുക്ക് തരുന്നത്. കടൽക്കരയിലെ കടലമ്മ കള്ളിയാണ് എന്ന് എഴുതി വെക്കുന്ന കുഞ്ഞുമക്കളെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഒരു 100 കണക്കിന് ആളുകളാണ് ദിനേന ഇവിടെ ഒഴുകിയെത്തുന്നതെങ്കിലും അതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്ന്. അതായത് 60 വയസ്സ് മുതൽ 6 വയസ്സുകാരൻ വരെ, അല്ലെങ്കിൽ അതിലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും വന്ന് മടുപ്പില്ലാതെ കണ്ട് രസിക്കാൻ പറ്റുന്നതാണ് കടൽ. ഇനി ഏത് വയസ്സുള്ളവർ ഇവിടെ എത്തിക്കഴിഞ്ഞാലും 6ഉം 60ഉം ഒന്നാവും എന്ന് പറയുന്നത് പോലെ കുട്ടികളായി മാറുകയാണ്. ഈ തിരക്കൊപ്പം അങ്ങോട്ടേക്ക് ഓടുന്നു, തിര വരുമ്പോൾ തിരിച്ചോടുന്നു, കടലമ്മ കള്ളിയാണ് എന്ന് എഴുതി വയ്ക്കുന്നു, ശംഖും അതുപോലെ കല്ലുകളും മുത്തുകളും ഒക്കെ പറക്കി നടക്കുന്നു. അത്തരത്തിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ബീച്ച് സൈഡിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ തൊട്ടടുത്താണ് കായലിൻ്റെ ആ ഒരു സൈഡ് വരുന്നത്. അവിടെ ബോട്ടിങ്ങിനായി കൂടുതൽ പേരാണ് എത്തുന്നത്. ബോട്ടിങ്ങിൻ്റെ ഒരു സൗന്ദര്യവും അതുപോലെ കടലിൻ്റെ ഒരു സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ചൂട്ടാട്ട് ബീച്ച് ആരും മിസ് ചെയ്യാതെ വന്ന് കണ്ടു പോകേണ്ടതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കടൽക്കരയിൽ ഇത്തരത്തിൽ തടിയിൽ തീർത്ത ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ചെടികൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരങ്ങളുടെ ഒരു അതിരിടുന്ന ഒരു ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ചയുമുണ്ട്. കാറ്റാടി മരങ്ങൾ അതിരിടുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാഴ്ചയുണ്ട്. അത്തരത്തിൽ ബീച്ചിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും കാര്യക്ഷമമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ തിരകൾക്കൊപ്പം കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടെങ്കിൽ പോലും കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഇല്ല. ഇത്തിരി അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ ഒരു സേവനം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്ന ഒരു സാഹസികതയ്ക്ക് മുതിരാൻ ആരെയും അനുവദിക്കുന്നില്ല. അത്യാവശ്യം അപകടങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടും അതുപോലെ അപകട സാധ്യത ഉള്ളതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ഇവിടെയുണ്ട്. തിരയിൽ കളിക്കാമെങ്കിലും കടലിൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുന്നില്ല. ചൂട്ടാട്ട് ബീച്ചിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായി വന്ന് കടൽ കണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് പോകാവുന്നതേ ഉള്ളൂ. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു കാഴ്ച, ഏറ്റവും ഭംഗിയുള്ള ഈ കാഴ്ച ഒരു സിനിമ ലൊക്കേഷനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ്. ഇത്രയും ഹരിതാഭയും പച്ചപ്പൊന്നും ഉള്ള ഒരു ബീച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അത്രയും നല്ല കാഴ്ചകൾ തന്നെയാണ് ചൂട്ടാട്ട് ബീച്ചിൽ നിന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഏഴിമലയുടെ താഴ്വാരമാണ്, അതിൻ്റെ ആ ഒരു ഭംഗിയാണ്. ഈ ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മത്സ്യബന്ധനത്തിന് പോയി ഒട്ടേറെ ബോട്ടുകളാണ് തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് നിയന്ത്രിത മേഖലയാണ് കേട്ടോ. കടൽ പ്രക്ഷുബ്ധമായ സമയത്തൊന്നും ഇങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാനേ പാടുള്ളതല്ല. ഇപ്പോൾ വൈകുന്നേരം ഏറ്റവും ശാന്തമായി കടലുള്ള ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് നിന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു വശത്തുമായി കടലിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടതുഭാഗത്താണ് ഏഴിമലയുടെ താഴ്വാരം. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് നോക്കുമ്പോഴാണ് കടലിൻ്റെ
ഏറ്റവും ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത് എനിക്ക് തൊട്ട് മുന്നിലായിട്ടാണ് കായൽ വന്ന് ചേരുന്നത്. ബീച്ചിനെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു, ഒരു ഭാഗത്ത് കടലും അതുപോലെ മറ്റൊരു ഭാഗത്ത് കായലും വന്ന് ചേരുന്ന ബീച്ചാണ്. ഏറ്റവും അപൂർവതയാണ് അത് എന്ന്. അവിടെ ബോട്ടിങ്ങിനൊക്കെ ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ ഈ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കായി ഒട്ടേറെ കാഴ്ചകൾ കാത്തുവച്ചിട്ടുള്ള ഒട്ടും മടുപ്പിക്കാത്ത ചൂട്ടാട്ട് ബീച്ചിൽ നിന്ന് ഇന്നേക്ക് ഈ നാടിന് വിട പറയാൻ സമയമായിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.